ഒരാഴ്ച നമ്മൾ ഈ ഒരു സോപ്പ് ബാർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന മുഖക്കുരു, കറുത്ത പാടുകൾ ഇതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മുഖം നല്ല ബ്രൈറ്റായിട്ടും അതേപോലെ തന്നെ ഗ്ലോയിങ് ആയിട്ടും ആക്കാനുള്ള ഒരു സോപ്പ് ബാർ, അതായത് ഒരു ഫേഷ്യൽ ബാറാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ ബാർ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു പടി ആര്യവേപ്പിൻ്റെ ഇല, അതേപോലെ തന്നെ ഒരു മുഴുവൻ ഉരുളക്കിഴങ്ങ്, ഒരു 4 സ്പൂണോളം അരിപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ, അതേപോലെ തന്നെ നമുക്ക് മെയിനായിട്ടും വേണ്ടത് ഒരു സോപ്പ് ബേസാണ് നമുക്ക് വേണ്ടത്. സോപ്പ് ബാർ ഉണ്ടാക്കാൻ നമുക്കൊരു ഏതെങ്കിലും ഒരു സോപ്പ് ബേസ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ സോപ്പ് ബേസിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പിയേഴ്സ് സോപ്പാണ്. യൂഷ്വലി നമുക്ക് ഓൺലൈനിൽ നമുക്ക് ക്ലിയർ സോപ്പ് ബേസ് അവൈലബിൾ ആണ്. പക്ഷേ നമുക്കിപ്പോൾ അത് ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ സോപ്പ് ബേസ് ആയിട്ട് നമ്മൾ പിയേഴ്സ് സോപ്പ് എടുത്തിരിക്കുന്നു എന്ന് മാത്രം. ആര്യവേപ്പിൻ്റെ ഇലയും ഉരുളക്കിഴങ്ങും നന്നായി മിക്സിയിൽ അടിച്ചിട്ട് ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ മാറ്റി വെക്കുക. നമ്മൾ ഒരു തുള്ളി വെള്ളമൊന്നും ചേർത്തിട്ടല്ല അരച്ചിരിക്കുന്നത്, ജസ്റ്റ് അതിൻ്റെ ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ആര്യവേപ്പിൻ്റെ ഇലയും മാത്രമാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ തനിയെ വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പിയേഴ്സ് സോപ്പ് അതായത് നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ ആദ്യം വെള്ളം തിളപ്പിക്കുക. അതിൻ്റെ മുകളിൽ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഒരു സോപ്പ് ബേസ്, അതായത് നമ്മുടെ പിയേഴ്സ് സോപ്പ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തത് അതിലേക്ക് ഇട്ട് വയ്ക്കുക. പിയേഴ്സ് സോപ്പിൻ്റെ TFM വാല്യൂ മറ്റുള്ള സോപ്പുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇത് ഉപയോഗിക്കാൻ ഒരുപാട് സേഫാണ്. അതേപോലെ തന്നെ ഒരുപാട് ജെൻറ്റിലാണ്, നമ്മുടെ സ്കിന്നെ ഒരുപാട് ഡ്രൈ ആക്കില്ല, ഹാഷല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സോപ്പ് ബേസായിട്ട് നമ്മൾ പിയേഴ്സ് സോപ്പ് എടുത്തിരിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് മെൽറ്റ് ചെയ്യും, അതായത് ഒരു 2-3 മിനിറ്റ് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി കിട്ടും ഈ പിയേഴ്സ് സോപ്പ്. ഒരു 5 മിനിറ്റിൽ തന്നെ ഇത് നന്നായിട്ട് മെൽറ്റായി കിട്ടും. ഇനി നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ആദ്യം ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ അരിപ്പൊടി, അതായത് ഒരു 4 സ്പൂണോളം അരിപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. അരിപ്പൊടി നമുക്ക് ഈ ഒരു സോപ്പിൽ നമ്മൾ ചേർക്കുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്കൊരു നാച്ചുറലായിട്ടുള്ളൊരു സ്ക്രബായിട്ട് നമുക്ക് അരിപ്പൊടി യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ വൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ്ങിന് നല്ലതാണ് അരിപ്പൊടി. അപ്പോൾ നമ്മളത് നന്നായിട്ട് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക, അതായത് കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കണം. അരിപ്പൊടി നന്നായി ഒരു ഇതിലേക്ക് മിക്സ് ആയതിനു ശേഷം നമുക്ക് കോക്കനട്ട് ഓയിൽ ഇതിൽ ചേർക്കാം. എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വെളിച്ചെണ്ണ നമുക്ക് യൂസ് ചെയ്യാം. മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നമുക്കൊരു 1.5 സ്പൂണോളം നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് ഈ കോക്കനട്ട് ഓയിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഒരിക്കലും ഡ്രൈ ആവില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ മോയ്സ്ചറൈസറായിട്ട് നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യണതും വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഈ ഒരു മിക്സ്ചർ ഓൾമോസ്റ്റ് ഒരു വിധം മിക്സ് ആയതിനു ശേഷം നമ്മുടെ ആ അരച്ചു വെച്ചിരിക്കുന്ന ആര്യവേപ്പിൻ്റെ ഇലയും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ പേസ്റ്റ്, അതായത് നമ്മൾ ആ ലിക്വിഡ് ഇതിലേക്ക് ചേർക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ആ ഒരു മിക്സ് ആവണം, ആ ഒരു പേസ്റ്റ് ഇതിൽ നന്നായിട്ട് മിക്സ് ആവണം. ആര്യവേപ്പില ഇതിൽ ചേർത്തിരിക്കുന്നതിനുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന മുഖക്കുരു, കറുത്ത പാടുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനുള്ള ഒരു ശേഷിയുണ്ട് ഈ ആര്യവേപ്പിലയ്ക്ക്. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ മുഖം ഗ്ലോയിങ് ആക്കാനും അതേപോലെ തന്നെ മുഖം ബ്രൈറ്റ് ആക്കാനൊക്കെയും ഉള്ള കഴിവുള്ളൊരു സംഭവമാണ് ഈ ഉരുളക്കിഴങ്ങ്. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ്ചർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൗൾഡ് നമുക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മൗൾഡൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഐറ്റം യൂസ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രീസി ആയിട്ടുള്ള ഒരു ഐറ്റം വേണം, അല്ലെങ്കിൽ നമുക്ക് ആ സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഗ്രീസി ആയിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിക്കുക. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്ത് തേക്കുന്നത്. ആ ഫുള്ള് പാത്രത്തിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ സോപ്പിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ സ്റ്റൗവിൽ നിന്ന് എടുത്ത് ഉടനെ തന്നെ ഒഴിക്കണമെന്നില്ല. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് ഈ മൗൾഡ് അല്ലെങ്കിൽ ഈ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ച് ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ വെച്ചാലാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ടയായിട്ട് കിട്ടുള്ളൂ. വെളിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 1-2 മണിക്കൂറെങ്കിലും വേണം നമുക്കതൊന്ന് സോപ്പായിട്ട് നല്ല കട്ടയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫ്രീസറിൽ വെക്കാൻ പോവാണ്. ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ തന്നെ നമുക്ക് ആ സംഭവം നമ്മുടെ സോപ്പായിട്ട് നമുക്ക് കിട്ടും.
അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് സോപ്പായിട്ട് നമുക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് ആ ഒരു മൗൾഡിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ തന്നെ നമുക്ക് ആ സോപ്പായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മൾ എങ്ങനെയാണോ സോപ്പ് ഉപയോഗിക്കുന്നത് അതേപോലെ നമുക്ക് ഉപയോഗിക്കാം. കാരണം നന്നായിട്ട് സ്ക്രബ്, ആ അരിപ്പൊടി ചേർത്താൽ ഒരു സ്ക്രബ് പാർട്ടിക്കിൾസും ഉണ്ടാവും. അതേപോലെ തന്നെ നല്ലൊരു സ്കിൻ ഗ്ലോയിങ് ആയിട്ട് കാണുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഹാൻഡ് മെയ്ഡ് ഒരു ഫേഷ്യൽ ബാർ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ കൂടി കാണാം. ബൈ.